ഡ്രസ് ഇഷ്ടപ്പെട്ടാ മന്തി എങ്ങനെയുണ്ട് കുഞ്ഞ? ഇഷ്ടപ്പെട്ടാ കുഞ്ഞിക്ക്? ടേസ്റ്റ് ഉണ്ടാ? നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇന്ന് ബർത്ത്ഡേ ആണ്. ഇരുപത്തേഴ് 11/2025. നാദിയുടെ ബർത്ത്ഡേ ആണ് കേട്ടാ. ഇന്നലെ പിറന്നാളായിരുന്നു. പിറന്നാളിന് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ സാധാരണ സാമ്പാറും ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടാക്കി അമ്പലത്തിൽ പോയി, അത്ര തന്നെ. ഇന്ന് ഈവനിങ് എന്തെങ്കിലും പ്ലാൻ ചെയ്യാന്ന് വിചാരിക്കുന്നു. കേക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് അവനിക്ക് കാറിൻ്റെ കേക്ക് വേണം നോക്കാം. അപ്പം കാറിൻ്റെ കേക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് സർപ്രൈസായി. മോഡൽ കണ്ടിട്ടില്ല, പക്ഷെ കാറിൻ്റെ കേക്ക് വേണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അവൻ ചിക്കൻ ഫ്രൈഡ് ആളാണ്. അപ്പം എന്തെങ്കിലും നോക്കട്ടെ. കാലത്ത് അവനിഷ്ടം മറ്റേ വെള്ളക്കടലയുടെ കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കാലത്ത് ചപ്പാത്തി മുട്ടക്കറിയും കഴിച്ചു. അങ്ങനെ അവനങ്ങനത്തെ കറി ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് അവന് ഇഷ്ടമുള്ള ടൈപ്പ്. അവന് വേറെ വല്ലാണ്ടുള്ള ഹെവി കറികളൊന്നും ഇഷ്ടമില്ല, വല്ലാണ്ട് മെനക്കെടാനൊന്നും പാടില്ല. അപ്പോൾ ഇന്ന് നോക്കാം ആദ്യത്തെ ബർത്ത്ഡേ എങ്ങനെ പോണേന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത പോലെ സർപ്രൈസുകളൊന്നും ഇനി ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല. കാരണം അത്രയും ഗിഫ്റ്റ് മേടിച്ച് അവർ ഇനി എല്ലാ വർഷവും അത് എക്സ്പെക്ട് ചെയ്യുമല്ലോ. ഞാനത് അതോടുകൂടി നിർത്തി. അവൾക്കൊരു വട്ടം ചെയ്തു, ആദ്യക്കൊരു വട്ടം ചെയ്തു, അത് ഇനി നിർത്തി. അങ്ങനെ ഇതാണ് കേട്ടോ ആദ്യയുടെ ബർത്ത്ഡേ ഡ്രസ്സ്. ചെക്ക വലുതായി. മറ്റേത് ചെറിയ ചെറിയ ഡ്രസ്സുകൾ എടുത്തോണ്ടതാ, അത് അടിയിട്ട് കുടിച്ചിട്ടില്ല. ഇതാണ് ആദ്യയുടെ ബർത്ത്ഡേ ഡ്രസ്സ്. ഇങ്ങനെയുണ്ട്. അപ്പോൾ അബ്ചേട്ടന് ഇന്നൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ അബ്ചേട്ടൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് ആദ്യം ഞാൻ കൊണ്ടുവന്നാക്കണം. അപ്പം ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഗോ. ഗൈസ്, ആദിക്കുട്ടൻ സ്കൂളിൽ നിന്ന് വന്നു ഗൈസ്. ഡ്രസ് ഇഷ്ടപ്പെട്ടാ? എല്ലാവരും പറഞ്ഞ നല്ലതാന്ന്. ആരാ പറഞ്ഞേ? ടീച്ചറെന്നുണ്ടോ പറഞ്ഞേ? ഗൈസ്, നമ്മളിപ്പോ മന്തി ഉണ്ടാക്കാൻ പോവാ. ഇതുവരെയായിട്ട് മന്തി ഉണ്ടാക്കിയിട്ടില്ല. ആദ്യയുടെ ബർത്ത്ഡേ ആയിട്ട് ഇന്നൊരു മന്തി ട്രയൽ ആവാന്ന് വെച്ചു. ഞാൻ എൻ്റെ കണ്ണൊക്കെ എഴുതി നിൽക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ റീലെടുക്കായിരുന്നു. കുറേ നാളായി താഴത്ത് കണ്ണ് എഴുതാറില്ല. കുറേ നാളായി എൻ്റെ താഴത്ത് കണ്ണ് എഴുതാറില്ല. ഇടയ്ക്കൊക്കെ എഴുതണ്ടേ. ഈ താഴത്ത് കണ്ണ് എഴുതുമ്പോൾ ഭയങ്കര ആർഭാടായിട്ട് തോന്നാറുണ്ട്. ഒരു വെറൈറ്റിക്ക് ഇരിക്കട്ടെ എന്ന് വെച്ചു. എനിക്ക് താഴെ കണ്ണ് എഴുതുന്നതാണോ മുകളിൽ മാത്രം എഴുതുന്നതാണോ ഭംഗിയെന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് ചിക്കൻ വാങ്ങിച്ചോണ്ടാ വന്നു. ഞാൻ ഉദ്ദേശിച്ചത് മന്തിയുടെ കട്ട് എന്ന് പറയുന്നത് ബിരിയാണിയുടെ കട്ടായിരുന്നു. അബ്ചേട്ടൻ അൽഫാമിൻ്റെ വലിയ വലിയ പീസുകൾ വന്നിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്യണം. ടാസ്ക്കാണ് ഗൈസ്. അപ്പം ഞാൻ മസാല ഉണ്ട്, അത് തേച്ച് വെച്ചിട്ട് വരാട്ടാ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ പിള്ളേരെയും ഉണ്ണിക്കുട്ടനെയും കുഞ്ഞൂനെയും മിന്നൂനെയും കുഞ്ഞിനെയൊക്കെ വിളിച്ച് കൊണ്ടുവരാമെന്ന് വെച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ ബാക്കി എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ എന്തായാലും മന്തി ട്രൈ ചെയ്യട്ടെ. കൊളാവാവോ ദൈവത്തിനറിയാം. ഞാൻ മന്തിയുടെ പണികൾക്ക് കിടക്കട്ടെ കേട്ടാ. പിന്നെ ഇന്ന് ഞാൻ വല്ലാണ്ട് കുറേ ഗിഫ്റ്റുകളൊന്നും മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ ഡയറി മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവന് എൻ്റെ ഓറിയോൻ്റെ. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തു. വേറെ ഒരു ഐറ്റം കൂടി മേടിച്ചിട്ടുണ്ട്, ഞാൻ തപ്പട്ടെ.
ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ വാങ്ങിച്ചെടുത്ത് വെച്ചു അവനെ കാണാണ്ടിരിക്കാൻ, പക്ഷെ ഇതെവിടെ വെച്ചെന്ന് ഓർമ്മയില്ല. തപ്പട്ടെ. അതിനും കിട്ടി, കുഞ്ഞ് ഗിഫ്റ്റ് ആട്ടാ, അവന് ഇഷ്ടക്കളേ കളിക്കാൻ. അപ്പം ഞാൻ അത് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും ഞാൻ വാങ്ങിക്കാൻ പോകണമെന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. ഇതിപ്പോൾ ഒരു വലിയ ഗിഫ്റ്റ് അല്ലാന്ന് എനിക്കറിയാം കേട്ടോ. ഞാൻ കഴിഞ്ഞ തവണ ഇവൻ്റെ 10ാമത്തെ ബർത്ത്ഡേയുടെ അന്ന് 10 ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുത്തായിരുന്നു കേട്ടോ. അതിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അവർക്ക്. പക്ഷേ അത് ഞാൻ കുറച്ച് മെനക്കെട്ടിട്ടുണ്ടായിരുന്നു 10 ഗിഫ്റ്റ് അവന് ആവശ്യമുള്ള രീതിയിലുള്ള ഗിഫ്റ്റുകളൊക്കെ തപ്പിപ്പിടിക്കാമെന്ന് പറയണത്. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ കയ്യിൽ ഇച്ചിരി ബഡ്ജറ്റ് കുറവ് തന്നെയായിരുന്നു. ഇവൻ്റെ ഡ്രസ്സിന് തന്നെ അത്യാവശ്യം പൈസ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കേക്ക് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിക്കുന്ന കേക്കല്ലേ, അപ്പോൾ പിന്നെ ഞാൻ വേറൊരു ഗിഫ്റ്റിൻ്റെ ഒരു എമൗണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഗിഫ്റ്റിൽ ഒതുക്കി കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇവിടുത്തെ 15ാം വാർഡ്, ഞങ്ങളുടെ കൃഷ്ണാപുരം ഉല്ലൂക്കര 15ാം വാർഡിലത്തെ LDF സ്ഥാനാർത്ഥി പ്രദീപേട്ടൻ്റെ ഒരു എന്താ പറയുക ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ആദ്യയുടെ കേക്ക് കട്ടിങ് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി ലേറ്റായി, കാരണം അവിടെ ചെല്ലാൻ പറഞ്ഞാണോ, നമ്മുടെ നാട്ടുകാരല്ലേ, അത് പരിപാടിക്കൊക്കെ പോവുക. അങ്ങനെ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് വന്നത് കേക്ക് മുറിക്കുന്ന സമയമായിട്ടോ. അപ്പോൾ ആദ്യക്ക് ഈ ഒരു കാറിൻ്റെ തീമുള്ള കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യയുടെ ഈ ഒരു ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ഒരു ബ്ലൂ തീമിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ പിള്ളേരെ വരുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. ഉണ്ണിക്കുട്ടനും കുഞ്ഞും മിന്നും കുഞ്ഞും ഷഞ്ജുനും അവരെല്ലാവരും ഉണ്ടായിരുന്നു. നമുക്ക് മൊത്തത്തിൽ എല്ലാവരെയും വിളിച്ച് ചെയ്യാൻ മാത്രം ഒരു വലിയ പരിപാടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ എന്തായാലും മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കുക, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്നുള്ളൊരു ഉദ്ദേശം തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അതെ അന്ന് കുഞ്ഞു വന്നിട്ടില്ല. കുഞ്ഞു ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ അവന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കരുന്നേ. അപ്പോൾ കുഞ്ഞു വന്നിട്ടില്ല, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യക്ക് വലിയച്ഛനും വലിയമ്മയും ചേട്ടന്മാരും മേടിച്ചു കൊടുത്ത കൂളിംഗ് ഗ്ലാസ് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഞാൻ കൂളിംഗ് ഗ്ലാസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. നല്ല ബ്രാൻഡിൻ്റെ വാങ്ങിക്കുക, ലെൻസ്കാർട്ടിൽ വാങ്ങിക്കാമെന്നൊക്കെ കരുതി പോയി. പക്ഷെ എനിക്ക് നല്ലതൊന്നും കിട്ടിയില്ല. പിന്നെ ഒരു ഭയങ്കര കസ്റ്റമർ സർവീസ് ഭയങ്കര മോശം ലെൻസ്കാർട്ടിൽ ചില സമയത്ത് പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അവിടെ നിന്ന് പോന്നു കേട്ടോ. 8, 7, 6, 5, 4, 3, 2, 1. Happy birthday! എല്ലാവരും പറഞ്ഞില്ല. Happy birthday to you. Happy birthday to you. Happy birthday to Habibi. Happy birthday to you. നമ്മളെല്ലാവരും നമ്മുടെ ബർത്ത്ഡേകൾക്ക് ഭയങ്കര എന്താ പറയുക എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ. ഞാൻ എൻ്റെ ഒരു ചെറുപ്പകാലത്തിലൊന്നും എനിക്ക് ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ വലിയ എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻറ്റോ സന്തോഷം അങ്ങനത്തെ ഒരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. പിറന്നാൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അമ്പലത്തിൽ പോവും, ചിലപ്പോൾ ഫ്രണ്ട്സിന് ചോക്ലേറ്റ് കൊടുക്കുന്നല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക എല്ലാ ബർത്ത്ഡേക്കും പുതിയ ഡ്രസ്സെന്നോ അങ്ങനെ ഒരു കേക്ക് കട്ടിങ്ങോ സ്പെഷ്യൽ ഫുഡോ ഒന്നും നമ്മുടെ ഒരു കാലത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ. പക്ഷെ ആദ്യം ഉണ്ടല്ലോ, അതിന് മുന്നേ തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പം എനിക്കുണ്ട് കേട്ടോ. ചെറുപ്പകാലത്ത് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പം ഞാൻ എക്സൈറ്റഡ് ആണ്. എനിക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ തന്നെ മുൻകൈ എടുത്ത് വാങ്ങിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഞാൻ എനിക്കായിട്ട് തന്നെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ദിവസം മുന്നേ എന്നെ ഇങ്ങനെ അതുമ്മ പറഞ്ഞ് ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ ചോദിച്ചു, എന്നെ ആരും വിളിച്ചില്ലല്ലോ, ആരും വിഷ് ചെയ്തില്ലല്ലോ എന്നൊക്കെ. പക്ഷെ സ്കൂളിലുള്ള ദിവസമല്ല, എല്ലാവരും കാലത്ത് വിളിക്കണം എന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോ വിഷ് വരുമ്പോഴും അവനെ കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. അവർക്ക് തന്നെ തോന്നണം അവർ ഇച്ചിരി സ്പെഷ്യലാണെന്നുള്ളത്. അങ്ങനെയാണ് കേട്ടോ ആദ്യയുടെയൊക്കെ ഒരു ചിന്ത എന്ന് പറയണത്. അപ്പോൾ ഇവങ്ങനെ ചോദിച്ചു നടക്കും. ഷഞ്ജുനാരുടെ അടുത്തൊക്കെ ഗിഫ്റ്റ് വാങ്ങിച്ചു തരുന്ന കാര്യം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ എന്താ പറയുക ഓരോരുത്തരൊക്കെ വല്ല യാത്രകളോ അമ്പലത്തിലേക്കൊക്കെ പോയിട്ട് വരുമ്പോൾ പെൺപിള്ളേർക്ക് ഗിഫ്റ്റുകൾ ഉണ്ടാവും. മാല, വള, കമ്മൽ, ഒരുപാട് ഗിഫ്റ്റ് ഓപ്ഷൻ അല്ലേ. ആദ്യനെ സംബന്ധിച്ച് ആദ്യം ഒന്നും കിട്ടാറില്ല കേട്ടോ. ഒന്നല്ലെങ്കിൽ ഒരു കീ ചെയിനൊക്കെയാണ് കൂടിപ്പോയേ കിട്ടാറുള്ളൂ. അപ്പോൾ ചിറ്റയുടെ അടുത്ത് മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ചിറ്റ എനിക്ക് കഴുത്തിലിടുന്ന സ്റ്റീലിൻ്റെ പോലത്തെ ഒരു മാല മോതിരം വേണമെന്നൊക്കെ മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷഞ്ജുനാണെങ്കിൽ അത് സർപ്രൈസായിട്ട് വാങ്ങിച്ച് വെച്ചിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ആദ്യക്ക് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഷഞ്ജന പറയായിരുന്നു, വന്നപ്പോൾ തന്നെ ചോദിച്ചു ആള്. അപ്പോൾ ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ
പിണങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഹാപ്പി ബർത്ത്ഡേ പാട്ട് വെച്ചുള്ളതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടെ അത് കോപ്പിറൈറ്റ് വരുമെന്നുണ്ടോ, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വോയിസ് ഇടാത്തത്. അതിലത്തെ കോൺവെർസേഷൻസ് കേൾക്കാൻ നല്ല രസമാണ്. അപ്പോൾ ആദ്യം ഷഞ്ജുനെ വാങ്ങിച്ചു തന്ന ഗിഫ്റ്റൊക്കെ നോക്കുകയാണെ ചേച്ചിയും ചേട്ടനും കൂടെ വാങ്ങിച്ചാലും മാലയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യക്ക് സ്കൂളിൽ ഇപ്പോൾ ചോക്ലേറ്റ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല പിള്ളേർക്ക്. ഇപ്പോൾ അവന് ഞാൻ പാനായിരുന്നു വാങ്ങിച്ച് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒന്നല്ലെങ്കിൽ ലൈബ്രറിയിലേക്ക് ഒരു പുസ്തകം അങ്ങനെയാണ് പറയാറ്. പക്ഷെ പുസ്തകമൊക്കെ അത്യാവശ്യം ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പുസ്തകം വാങ്ങിച്ചില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അവന് വേറെ വാങ്ങിക്കണം എന്നുണ്ട്. പക്ഷെ അവന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരെണ്ണം വാങ്ങിക്കണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു ചിന്ത. ഞാൻ എന്താ പറയുക, ഞാൻ അതുകൊണ്ടാണ് ഇവനൊരു കൂളിംഗ് ഗ്ലാസ് നല്ലത് വാങ്ങിക്കാമെന്ന് കരുതിയത്. കാരണം അത്യാവശ്യം യാത്രകളും കാറിലൊക്കെ പോകുമ്പോൾ ഈ വെയിലുള്ളപ്പോൾ ഒക്കെ വെച്ചാൽ നല്ല സുഖമല്ലേ എന്ന് കരുതിയിട്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടാഞ്ഞിട്ടാണ് ഞാൻ അത് വാങ്ങിക്കാൻ, അല്ലെങ്കിൽ അത് വാങ്ങിക്കണം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. ചില സാഹചര്യങ്ങൾ അങ്ങനെ. പിന്നെ ഞാൻ ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു. എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം എനിക്ക് ഭയങ്കര ഒരു ഉഷാറോറ് വന്നത്തെ ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ വിഷമല്ലേ എന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത്. പിന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മൊത്തത്തിൽ ഈ ഹോസ്പിറ്റൽ കേസും കലോത്സവവും പിന്നെ ഞാൻ ആരി വർക്കിൻ്റെ കോഴ്സ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രോജക്റ്റ് അല്ലെങ്കിൽ റെക്കോർഡ് വർക്കുകളും എല്ലാം കൂടിയായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക, ഞാൻ ഭയങ്കര സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നത്. ചില സമയത്തൊക്കെ ഞാൻ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് എനിക്ക് ഭയങ്കര ഒരു തലയ്ക്ക് പ്രാന്ത് പിടിക്കുക അല്ലെങ്കിൽ എന്നൊക്കെ പറയില്ല, ആ ഒരു അവസ്ഥയിൽ കൂടി ഞാൻ ചില സമയത്ത് കടന്നു പോകാറുണ്ട് കേട്ടോ. അങ്ങനെ അതേ കേക്ക് മുറിച്ച് ആദ്യയുടെ കേക്ക് നന്നായി എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് കേക്കാണ്. നമുക്ക് മറ്റേ മാംഗോ ബേക്കേഴ്സിൽ നിന്നോ മറ്റോടത്തൊന്നും വാങ്ങിക്കുന്ന പോലെ അങ്ങനെ ഓവർ മധുരം ഇട്ട് നമുക്ക് മട്ടയ്ക്കുന്ന പോലെ ഒന്നല്ല കേട്ടോ. അത്യാവശ്യം ഒരു ആവശ്യത്തിനുള്ള മധുരവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. തുഷാര എന്നാണ് ആളുടെ പേര്. ക്രിയേഷൻസ് വന്നിട്ട് നമ്മുടെ കാലത്തോട് അവർക്കൊരു ഷോപ്പ് ഉണ്ട്. പക്ഷെ അത് ബേക്കറി സെറ്റപ്പ് ഷോപ്പൊന്നല്ല, ഒരു ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉള്ളൊരു ഷോപ്പ്. അവരുടെ അടുത്ത് മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും കേട്ടോ. അങ്ങനെ പിന്നെ ഞാനിങ്ങനെ നമ്മുടെ പാർട്ടി ഒരു മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ടാണ് നമ്മുടെ കേക്ക് കട്ടയിലും കൊടുക്കല. ആദ്യത്തെ ബർത്ത്ഡേയുടെ മന്തി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട ആദിക്ക് മന്തി? എന്താ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? ചേട്ടില്ലാത്തോണ്ടാ? അയ്യോ കുഞ്ഞേട്ടില്ലാത്തോണ്ടടാ. എന്നിട്ട് പാട്ട് പറഞ്ഞ സിറ്റുവേഷൻ സോങ് പാട്. താളമില്ല. ചേട്ടനെ മിസ് ചെയ്യുന്നു കുഞ്ഞേട്ടാ. കുഞ്ഞി എങ്ങനെയുണ്ട്? മന്തി എങ്ങനെയുണ്ട് കുഞ്ഞ? ഇഷ്ടപ്പെട്ടാ കുഞ്ഞിക്ക്? ടേസ്റ്റ് ഉണ്ടാ? എങ്ങനെയുണ്ട് അഭിചേട്ടാ? ആ സ്ഥലം മന്തി മേക്കറായിട്ട് ഞങ്ങൾ നിയമിച്ചു. അയ്യോ സാലഡ്. ഇത് കേരള മന്തിയാ. സാലഡ് എങ്ങനെയുണ്ട്? നമുക്ക് മന്തിയുടെ ഓർമ്മ ഒരിക്കലും ന്യൂ ഇയറിന് അച്ഛൻ മേടിച്ചോണ്ടെന്നുണ്ടായിരുന്നു. പക്ഷെ അത് മസാല ഇല്ലാത്തൊരു മന്തിയാണ്. അത് മസാല പച്ചക്ക് പിന്നെ ഞങ്ങൾക്ക് മന്തി ഇഷ്ടമല്ലായിരുന്നു. സുഡുവിന്റെ സൗണ്ട് കേട്ടില്ലേ നീ? തറവാട്ടിലേക്ക് ആദ്യനെ കൊണ്ടുപോകാത്തതിന്റെ ദാരുണ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. കുളിക്കാതെ നല്ലോണം ലേറ്റായി. ഗൈസ് ആദ്യയുടെ ബർത്ത്ഡേ കഴിഞ്ഞു കേട്ടാ. ഞാൻ വിചാരിച്ച പോലെ എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ മന്തി ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ നോക്കിയിട്ട് ചെയ്യണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും കൂടിയുള്ള കോൺസെൻട്രേഷൻ എനിക്ക് കിട്ടിയില്ല. പക്ഷെ മന്തി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച പോലെയല്ല. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ കുക്ക് ചെയ്തിട്ട് എനിക്ക് ആ ഫുഡ് കിച്ചണിലൊക്കെ നിന്ന് ആ സ്മെല്ലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ഫുഡ് കഴിക്കാൻ തോന്നില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ മാത്രമല്ല നമ്മുടെ അടുക്കളയിൽ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും. അപ്പോൾ എൻ്റെ വയറ് നിറഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം കഴിച്ചില്ല. പിന്നെ കേക്ക് കഴിച്ചുല്ലോ.
അപ്പോൾ വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പക്ഷെ കഴിച്ചു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു എന്താ പറയുക, സാലഡ് പോലത്തെ ഒരു സംഭവം ഉണ്ടാവില്ലോ ടൊമാറ്റോൻ്റെ, അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞു വന്നിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞുവിൻ്റെ സ്റ്റെപ്പുമെന്ന് ഇറങ്ങുമ്പോൾ അവൻ്റെ വിരലെന്തോ ഇങ്ങനെ തെന്നി മാറിയിട്ട് അത് ആകെ പ്രശ്നമായിട്ടിരിക്കുക. അപ്പം അത് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി കിടന്നു ചേട്ടൻ. അപ്പോൾ കുഞ്ഞു വന്നിട്ടുണ്ടായിരുന്നില്ല. അവനോട് ഫുഡ് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആദിയുടെ 11ാമത്തെ ബർത്ത്ഡേ ഇവിടെ കഴിയാണ്. ഞാൻ ഫുള്ളൊന്നും വ്ളോഗ് ചെയ്തിട്ടില്ല. മാത്രമല്ല മൊത്തത്തിലൊരു ക്ഷീണം. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ബിസിയാണ്. ആ ബിസി എൻ്റെ ശരീരത്തെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. എനിക്ക് ഇന്നലെ ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് തന്നെ കാലെനിക്ക് അനക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ തലയിലെടുത്ത് വെച്ച പോലത്തെ ഒരു തോന്നല്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പം ഞാൻ ഇന്നലെ ഞങ്ങൾ ഇരവിമംഗലം ഷഷ്ടിക്ക് പോയതും പിന്നെന്താ ഇതുപോലെ എന്തോ ഒരു വ്ളോഗും കൂടി എടുത്തതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ ഈ വ്ളോഗിൽ. അപ്പോൾ അതും കൂടി കണ്ടിട്ട് നമുക്ക് ഈ വ്ളോഗ് എൻഡ് ചെയ്യാം. പിന്നെന്താ, പക്ഷേ ഇന്നത്തെ കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങളുടെ ഈ ഭാഗത്ത് മത്സരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിൽ മത്സരിക്കുന്ന പ്രദീപ് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ആളുടെ ഒരു നമ്മുടെ നാട്ടുകാരൊക്കെ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പോലത്തെ ഒരു സംഭവമായിരുന്നു. അതിനെന്തോ രാഷ്ട്രീയപരമായിട്ട് അതിനെന്തോ ടേമൊക്കെ പറയും, എനിക്കറിഞ്ഞൂടാ. സമ്മതിക്കൽ നമ്മൾക്ക് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്. ആളൊരു കൗൺസിലർ ആവുകയാണെന്നുണ്ടെങ്കിൽ ആൾ നമ്മൾ എങ്ങനെയൊക്കെ സഹായിക്കണം എന്നുള്ളൊരു അവയർനെസ് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ റോഡിൻ്റെയും ഇതിൻ്റെയൊക്കെ പ്രശ്നം തന്നെയാവട്ടെ, ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ പറഞ്ഞേ, വെള്ളം മഴ പെയ്യുമ്പോൾ വെള്ളം കനാലിൽ കൂടെ പോകേണ്ട റൂട്ടിൽ കൂടെ പോകുന്ന പ്രശ്നങ്ങളും പിന്നെ പുല്ല് ചെത്താത്ത പ്രശ്നങ്ങളും അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എൻ്റെ മനസ്സിൽ കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു, പക്ഷെ ചോദിച്ചില്ല, എന്താണെന്ന് അറിഞ്ഞൂടാ. അങ്ങനെയൊന്നല്ല, പല കാര്യങ്ങളും നമ്മൾ അറിയാറില്ല. ചില കൗൺസിലേഴ്സിൻ്റെ അമൃതം പദ്ധതി ഒന്നും കുറേ പേർക്കൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ജനങ്ങളിലോട്ട് എത്തിക്കണം, ജനങ്ങളിലേക്ക് നൽകുന്ന സംഭവങ്ങൾ എത്തിക്കണം എന്നുള്ളത്. പക്ഷെ എനിക്ക് ആളുടെ ഒരു ഇതിൽ ആൾ അത്യാവശ്യം അതിന് പ്രാപ്തനാണെന്ന് തോന്നി. അങ്ങനെ എന്താ പറയുക, അതെനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ജയിക്കട്ടെ, മാറ്റം വരണമല്ലോ. നമ്മൾ പാർട്ടിയല്ല, ഞാൻ പാർട്ടി ഒരു ഇതാണ്. നമ്മളിപ്പോൾ എൻ്റെ അച്ഛനൊക്കെ ആയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് എന്താണെന്ന് അറിഞ്ഞൂടാ, അത് കേൾക്കുമ്പോൾ അതിനൊരു വികാരം തന്നെ ഉണ്ട്. എങ്കിൽ പോലും കൗൺസിലർ തിരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആൾക്കാർ നോക്കി ചെയ്യുന്ന ഒരു സെക്ഷൻ ഓഫ് ഇലക്ഷൻ ആണല്ലോ. അപ്പോൾ എനിക്ക് തോന്നി ആളുടെ ഒരു ഇതിൽ ആൾക്കത് പറ്റുന്ന ആളുടെ ഒരു അറിവും കാര്യങ്ങളൊക്കെ അവിടെ ഷെയർ ചെയ്തതിൽ എനിക്ക് നന്നായിട്ട് തോന്നിയായിരുന്നു. ആൾക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കും. പിന്നെ ഇവിടെയൊക്കെ പിള്ളേരെ കളിക്കാനുള്ള ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആളുടെ മാക്സിമം ആൾ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വിജയിക്കട്ടെ, എല്ലാവിധ ആശംസകളും. പിന്നെന്താ, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 2 ദിവസത്തെ ഞാൻ ഇങ്ങനെയൊക്കെ എടുത്ത ചെറിയൊരു ഭാഗങ്ങൾ ഇരവിമംഗലം ഷഷ്ടിക്ക് പോയതും പിന്നെ എന്തോ ഒരു വ്ളോഗും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യാം, എന്നിട്ട് ഞാൻ ഈ വ്ളോഗ് അവസാനിപ്പിക്കുന്ന കേട്ടോ. അപ്പോൾ അത് പോയി കണ്ടിട്ട് ഞാൻ അതിൻ്റെ പിന്നാലെ ഞാനൊരു വൈൻഡപ്പ് പറയാം. അപ്പോൾ ഓക്കെ, ബൈ. ഇനി നമുക്കൊരു വേറൊരു കേക്ക് കട്ടിങ് കാണാം കേട്ടോ. ഇവർ കലോത്സവത്തിൽ മിന്നുവിനും മാമിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ 2 പേരും അച്ചാച്ചൻ്റെ അടുത്ത് കേക്ക് വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ അച്ചാച്ചനെ പിടിച്ചാലും നടക്കുള്ളൂ എന്ന് ഇവർക്ക് 2 പേർക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ വിജയികളായ അനാമിക അഭിലാഷും ആരാധ്യ കേസും കിഡ്സ് ഫെസ്റ്റിലെ വിജയായ ആരോഹി സനീഷിനും ആശംസകൾ. പിന്നെ പ്രത്യേകിച്ച് കുഞ്ഞും മിന്നു ഷഞ്ജുന അവർ കേക്കിൻ്റെ ആൾക്കാരാണ് കേട്ടോ. പിന്നെ അമ്മയും ഞങ്ങളങ്ങനെ കേക്ക് ലവേഴ്സ് അല്ല, പക്ഷെ വല്ലപ്പോഴും കിട്ടിയ കഴിക്കുന്നല്ലാണ്ട് അങ്ങനെ കേക്കിന് പ്രാന്ത് പിടിച്ചിരിക്കുന്നവരല്ല. പക്ഷെ ഇവർക്കൊക്കെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഷഞ്ജുന ആദ്യം കേക്കൊക്കെ ബേക്ക് ചെയ്യാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെ ചെയ്യലില്ല. പക്ഷെ ഞാനായാലും ഒരു കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ. ഞാനങ്ങനെ പ്രൊഫഷണലായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഷഞ്ജുന അത്യാവശ്യം കുറച്ച് പേർക്കൊക്കെ കേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു ദിവസം, എനിക്ക് തോന്നുന്നത് ആദ്യയുടെ ബർത്ത്ഡേയുടെ തലേ ദിവസമായിരുന്നു, ഞങ്ങൾ ഇവിടെ ഇരവിമംഗലം ഷഷ്ടി കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഈ 2 വർഷമായിട്ടാണ് ഞാൻ ഷഷ്ടിക്ക് പോയി തുടങ്ങിയത്. ഇത് ഉണ്ടെന്ന് അറിയാം, അവിടെ അടിപൊളി പ്രോഗ്രാം ആണെന്ന് അറിയാം, പക്ഷേ അങ്ങനെ പോവാറില്ല. ഇപ്പോഴൊക്കെയാണല്ലോ ആൾക്കാർ, എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇപ്പോഴത്താണ് ആളുകൾക്ക് സെലിബ്രേഷൻസ് ഒക്കെ ഒന്നുകൂടി ആൾക്കാർ എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ആനേനൊക്കെ കണ്ടിട്ടുണ്ടോ ഞങ്ങൾ പോകുന്നത്.
അപ്പോൾ രാത്രി ഒരു 10 മണി എങ്ങടെ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞങ്ങൾ റീലൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ എല്ലാ പണികളും തീർന്നിട്ടാണ് കേട്ടോ അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ ഷഷ്ടികൾക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനത്തെ അമ്പലക്കാവടികൾ ഒരുപാട് ഉണ്ടാവും കേട്ടോ. ഈ അമ്പലക്കാവടിയുടെ ഒരു ഭംഗി മറ്റേതൊരു കാവടിക്കും ഉണ്ടാവില്ല കേട്ടോ. എന്തൊരു രസമാണെന്നറിയോ, അതിൻ്റെ ഒരു മയിൽപ്പീല് വന്നുള്ളതും ആ കളർ കോമ്പിനേഷനൊക്കെ കാണാൻ നല്ല രസം. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ മറ്റുള്ളവർക്ക് ഇഷ്ടമാണോ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞോടോ, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനത്തെ പൂരം കാവടി കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമൊക്കെ നല്ല ഉറക്കം വന്നിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ ഒരു നിർബന്ധത്തിൻ്റെ പുറത്ത് തന്നെയാണ് പോയത്. പിന്നെ ആമിയുടെ ഫ്രണ്ട്സും ഈ പുരപ്പറമ്പിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവരെ ആരും കണ്ടില്ല. പക്ഷെ ഞങ്ങൾ ഇത് നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. കണ്ട കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, ഞാനൊരു ആൺകുട്ടിയായിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ എല്ലാ പൂരത്തിനും കാവടിക്കും എല്ലാത്തിനും ഞാൻ പോയേനെ, ഒന്നും മിസ്സാക്കാണ്ട് ഞാൻ പോയേനെ. പക്ഷേ കുറേ കപ്ചേട്ടൻ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. പിന്നെ അല്ലാതെ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ, നമ്മുടെ കാര്യങ്ങളും ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഇന്നത്തെ കുറച്ച് ഷഷ്ടി വിശേഷങ്ങളും ആദ്യയുടെ ബർത്ത്ഡേയുടെ വിശേഷങ്ങളും ചെറിയ ചെറിയ സന്തോഷത്തിൻ്റെ മൊമെൻറ്റ്സ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Okay, bye. Thanks for watching.